റീസെന്റ് ഓൺലൈൻ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഗൂഗിൾ ക്രോമിൽ കയറി പ്രൈവസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 4 സെറ്റിംഗ്സ് അങ്ങ് ഡിസേബിൾ ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൈവസി കിട്ടി എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ ഈ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ക്രോമിലെ 4 സെറ്റിംഗ്സ് അങ്ങ് ഡിസേബിൾ ആയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവസി കിട്ടും? ഇല്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ്സ് ഒക്കെ ഡിസേബിൾ ചെയ്യുന്നതിന് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് വീണ്ടും ഈ ബ്രൗസർ തന്നെയാണ്. ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് ഉപയോഗിച്ചിട്ടാണ്. ഈവൻ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് എല്ലാം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന എന്തൊക്കെയാണോ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എന്താ കീവേഡാണോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കീബോർഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സെർവറിലേക്ക് അത് എത്തിക്കുന്നുണ്ട്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിന്റെ സെറ്റിംഗ്സ് കയറി നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് അതുപോലെ തന്നെ പ്രൈവസി എന്നൊക്കെ വേണ്ട 2 സെറ്റിംഗ്സ് കാണാണ്ട് പറ്റും. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് വഴി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ക്രോമിൽ കയറിയിട്ട് ഈ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ ഡിസേബിൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്രൈവസി കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെ ഓൺലൈൻ പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ